ഹലോ ഫ്രണ്ട്, ഈ ട്രെയിനിനടിയിൽപ്പെട്ട ആൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. പുള്ളിക്ക് എന്തായാലും നല്ല ധൈര്യമുണ്ടേ. എൻ്റെ അടിയിൽ അപ്പോഴും കിടക്കാനൊക്കെ തോന്നിയല്ലോ. അതപ്പോൾ ഒരു ഭാഗ്യമായി, അതുകൊണ്ട് രക്ഷപ്പെട്ട്. തലങ്ങണ അഥവാ ഒന്ന് പൊക്കിയാൽ അപ്പോഴേ തട്ടി അയാൾ തീരും. അയാൾ ട്രെയിൻ പോയി കഴിഞ്ഞു. അപ്പോൾ അയാൾ എണീക്കുന്നുണ്ട്, എണീറ്റ് പോകുന്നുണ്ട്. എന്തായാലും നല്ല ധൈര്യം തന്നെ. എന്തായാലും അവർ പറയുന്നതെന്ന് കേട്ടോ നോക്കാം കേട്ടോ. മുന്നിലെത്തിയാണോ കണ്ടത്? അല്ലെങ്കിൽ മുന്നിലെത്തി വിളിച്ചതിന് ശേഷം ഞാൻ എടുക്കല്ല പോകണം. പിന്നെ ഇതാക്കണ്ടല്ലോ. പോലീസുകാരും വിളിച്ചിരുന്നോ? ഇല്ല. വീട്ടുകാരൊക്കെ എന്താ പറഞ്ഞ? ഇവരൊക്കെ അറിഞ്ഞിനെ ഓർ പറഞ്ഞ് നിങ്ങളെന്തിനാ പിന്നെ റെയിലിൻ്റെ മുകളിൽ പോയി ഇങ്ങനെ ഫോൺ എടുത്തിട്ട് വിഷയം പറഞ്ഞത് കുറച്ച്. അപ്പോൾ നമ്മൾ ഫോണിലാണ് സംസാരിക്കുന്നത്. ഫോണിൽ എന്നോട് പറഞ്ഞ് ഫോണിൽ വിഷയം പറയാറ് റെയിൽവേ ട്രാക്കിലിട്ടാണ്. പിന്നെ അങ്ങനെ പറഞ്ഞ് വിട്ട്. അതായത് ഈ ഫോണിലൂടെ ഇങ്ങനെ ആരാ സ്കൂളിൽ നിന്ന് ആരാ വിളിച്ചേ? കുട്ടികളെ അമ്മയെ മിസ്സാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് വിഷയം പറയേണ്ട കാര്യമില്ല. കുട്ടികൾ വീട്ടിലെത്തിയില്ല പറഞ്ഞിട്ട് വിളിക്കുന്നത്. അപ്പോൾ അതിലായി നമ്മൾ ശ്രദ്ധയിലായി. അപ്പോൾ പിന്നെ നമുക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ. സ്കൂളിലെ പണി കഴിഞ്ഞിട്ട് ബസ് ഇറങ്ങി വരുന്ന അതിനുശേഷം പിന്നെ സ്ഥിരം ഈ ട്രാക്കിലൂടെ അതിൽ തന്നെ ഞാൻ വരുത്ത്, വണ്ടിയിൽ തന്നെ വരുത്ത്. ഈ ട്രെയിൻ കുറച്ച് ദൂരെ കണ്ടിട്ടില്ല? ഇല്ല കണ്ടില്ല. പെട്ടെന്ന് ശബ്ദം കേട്ടില്ല, തിരിഞ്ഞില്ല. ശബ്ദവും കേട്ടില്ല. ഒന്നും കേട്ടില്ല. ഇല്ല. പെട്ടെന്ന് അതിന്റെ അടിയിൽ തന്നെ അങ്ങനെ കിടക്കാം എന്നുള്ള ധൈര്യം എങ്ങനെ തോന്നി? അത് പെട്ടെന്ന് നമുക്കൊരു ഇത് തോന്നി, അങ്ങനെ കിടക്കണം എന്ന് തോന്നി, നമ്മൾ കിടന്നു. വരുന്നുണ്ടായില്ല. ചില ആൾക്കാരൊക്കെ പറയുന്നത് ചേട്ടൻ മദ്യപിച്ചിട്ട് മദ്യലഹരിയിലായിരുന്നു. അല്ലല്ല, മദ്യപിക്കില്ല. ഒരു തുള്ളി കുടിച്ചിട്ടില്ല. മദ്യപിക്കില്ല. ഇതൊന്നും കണ്ട് ആരും അനുകരിക്കാൻ നോക്കരുതേ. ഒന്നും കൂടി അപേക്ഷയാണ് എൻ്റെ. നമ്മളായിപ്പോയി. അപ്പോൾ പെട്ടെന്ന് വണ്ടി വരുന്നത് നമ്മൾ കാണുന്നില്ല, തിരിഞ്ഞില്ല, വണ്ടിൻ്റെ സൗണ്ട് തിരിഞ്ഞില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അവിടെ കിടന്നു. അപ്പോൾ വണ്ടി പോയതിനു ശേഷം നമ്മൾ എണീറ്റു. അതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സ്കൂളിലാണോ? സ്കൂൾ ബസ്സിലാണ്. അവിടെ കിടന്നു, പിന്നെ വേറെ രക്ഷയില്ലല്ലോ നമുക്ക്. ട്രെയിൻ മുകളിലൂടെ കടന്നു പോകുമ്പോ എന്താ തോന്നി? ശരിക്കും ഭയമുണ്ട്, ശരിയായ ഒരു ഭയം തന്നെയാണ്. എങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടത് നമുക്ക് തന്നെ തിരിയുന്നില്ല. അതിനുശേഷം ആരോടൊന്നും സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല, നേരെ അങ്ങ് നടന്നു പോയി. നേരെ അങ്ങോട്ടാ വന്ന വീട്ടിലോട്ട്? വീട്ടുകാരോട് പറഞ്ഞോ? അന്നേരം തന്നെ ഇന്നലെ തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താണ് ആദ്യം വീട്ടുകാരെന്താ പറഞ്ഞത്? അത് നിങ്ങൾ സംസാരിക്കും കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതൊക്കെ പവിത്ര ചേട്ടൻ നിഷേധിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല. ഇപ്പം റെയിൽവേ പോലീസോ ആര് വന്നാലും നടന്ന കാര്യങ്ങൾ കൃത്യമായി പറയും. അത്തരമൊരു സാഹചര്യത്തിൽ, അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ആ ട്രാക്കിൽ അങ്ങനെ കിടന്നത് എന്നതാണ് നിലവിൽ. ദയവ് ചെയ്ത് ഇതൊന്നും ആരും അനുകരിക്കരുത്, എൻ്റെ ഒരു അപേക്ഷയാണ്.